ಯೆಶಾಯನು യേശുവിനെ കാണുമ്പോൾ ಯೇಸುವನ್ನು ನೋಡಬೇಕಂದ್ರೆ ഇങ്ങനെയാണ് എഴുതിയത്. ಹೀಗೆ ಬರೆದಿದ್ದಾನೆ. 53-ാം അധ്യായത്തിൽ 53ನೇ ಅಧ್ಯಾಯದಲ್ಲಿ അവൻ ಆತನು, ശ്രദ്ധിക്കൂ, ನೀವು ಶ್ರದ್ಧೆಯಿಂದ വിശ്വാസത്തോടെ കേൾക്കണം, ನಂಬಿಕೆಯಿಂದ ಕೇಳಬೇಕು. വചനം ആണ് പറയുന്നത്. ವಾಕ್ಯವಾಗಿದೆ ಹೇಳ್ತಾ ಇದೆ. അവൻ ಆತನು നമ്മുടെ വേദനകൾ വഹിച്ചു, ನಮ್ಮ ನೋವುಗಳನ್ನು ಹೊತ್ತಿಕೊಂಡಿದ್ದಾನೆ, ನಮ್ಮ രോഗಗಳನ್ನು ചുമന്നു. പ്രൈസ് ലോർഡ്. അടുത്ത പദം പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. ഇത് ഡോക്ടറിനാണ്, സ്തോത്രം, ഇത് ഉപദേശമാണ്. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പത്രോസ് അത് എടുത്തു പറയുന്നുണ്ട്. നാം എല്ലാം തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. എന്നിട്ട് അവിടെ പറയുകയാണ്, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം കൈവന്നിരിക്കുന്നു. രണ്ട് സൗഖ്യമാണ്. ഒന്ന് പാപത്തിന്റെ സൗഖ്യം, രണ്ട് രോഗത്തിന്റെ സൗഖ്യം. രണ്ട് വിധത്തിലുള്ള സൗഖ്യമാണ്. ഒന്ന് പാപത്തിന്റെ സൗഖ്യം, രണ്ട് രോഗത്തിന്റെ സൗഖ്യം, ആ കൂടെ മാനസിക സൗഖ്യം. ഗിലെയാദിലെ വൈദ്യ, അങ്ങയുടെ കുഴമ്പ് തൈലം എവിടെ? സിയോനിലേക്ക് അത് ഊറ്റണമേ. ഗിലെയാദിൽ ഊറ്റിയ പ്രകാരം അങ്ങയുടെ ജനത്തിന്റെ ഉള്ളിലേക്ക് അത് ഊറ്റണമേ. എവിടെയല്ലോ മനം തകർന്ന് കിടക്കുന്നു, എവിടെയല്ലോ മുറിവുകളുണ്ടോ, അടിപ്പിണരുകളാൽ ചാട്ടവാറുകളാൽ അടിക്കപ്പെട്ട പൊന്നു ദേഹമേ, ആ രക്തം, ആ മുറിവുകൾ എന്റെ സൗഖ്യത്തിനാകയാൽ കാൽവരിയാൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ.